അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. See the figures. The first figure shows an equilateral triangle with the smaller triangle got by joining the midpoint of the sides cut off. The second picture shows the same thing done on the each of three triangles in the first picture. The third picture shows the same thing done on the second picture. First question, how many red triangles are there in each picture? Taking the area of whole uncut triangle as 1, compute the area of small triangle in each picture. What is the total area of all the red triangles in each picture? Write the first 5 terms of each three sequence got by continuing this process. മലയാളം വായിക്കുകയാണെങ്കിൽ ഈ ചിത്രങ്ങൾ നോക്കൂ. ഒരു സമഭുജ ത്രികോണത്തിൽ നിന്നും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യ ചിത്രം. ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം. എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങൾ ഉണ്ട്? ഒരു വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഓരോ ചിത്രത്തിലും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്ര? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ത്രികോണങ്ങളുടെയും ആദ്യ 5 സംഖ്യകൾ എഴുതുക. ശ്രേണിയിലെ ആദ്യ 5 സംഖ്യകൾ എഴുതുക. ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തിയാണ്, പക്ഷേ സംഭവം സിമ്പിളാണ്. ഞാൻ സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ചിത്രം കാണാൻ പറ്റും. ഒരു വലിയൊരു ചിത്രം ഞാനിവിടെ വലുതാക്കി കൊടുത്തിട്ടുണ്ട് താഴെ. ഓക്കെ ആണല്ലോ. ഇത് 3 ട്രയാങ്കിൾസ് ആണ്. ഈ 3 ട്രയാങ്കിൾസും ഉണ്ടാക്കിയത് ഒരൊറ്റ ട്രയാങ്കിളിൽ നിന്നാണ്. അതാദ്യം വ്യക്തമായി മനസ്സിലാക്കുക. അതായത് ഈ ഒന്നാമത്തെ ചിത്രവും ഈ രണ്ടാമത്തെ ചിത്രവും ഈ മൂന്നാമത്തെ ചിത്രവും സംഭവം സത്യത്തിൽ ഒന്നാണ്. ഓക്കെ, ആ 3 ട്രയാങ്കിളുടെ വലിപ്പം നോക്കിയേ, 3 കണ്ടോ, ഒരേ വലുപ്പത്തിലായിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ആദ്യം ഒന്നാമത്തെ ചിത്രത്തോട്ട് വരിക. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. അതിൽ ഞാൻ മാർക്ക് ചെയ്യണത് ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും ആ ട്രയാങ്കിളിൻ്റെ എന്താണ്, മിഡ് പോയിന്റുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ്, ഇതൊരു സൈഡാണ്, ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അതേപോലെ ഇതൊരു സൈഡാണ്, ആ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അതേപോലെ ഇതൊരു സൈഡാണ്, ആ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ഈ 3 പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ടാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഈ നടുവിലെ ഈ സാധനം കിട്ടുന്നത്. ഈ നടുവിലത് അവരെന്ത് ചെയ്തേക്കുക, കട്ട് ചെയ്തെടുത്തേക്കുക എന്ന് പറഞ്ഞാൽ, അതായത് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിരിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ചിത്രം കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതായത് ജസ്റ്റ് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, ആ ഇക്വലേറ്ററൽ ട്രയാങ്കിളിലെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് ആ ഭാഗങ്ങൾ എന്ത് ചെയ്തെടുത്തു, മുറിച്ചെടുത്തു. ഇനി ഇതേ പരിപാടി തന്നെ എവിടെ ചെയ്യാൻ പോവാ, രണ്ടാമത്തെ ചിത്രത്തിൽ. എങ്ങനെയാന്ന് നോക്കിക്കേ. ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ആണ് ഈ സെക്കൻഡ് ഫിഗറിൽ ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ, രണ്ടും ഒരേ വലുപ്പമല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്ത അതേ പരിപാടിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മിഡ് പോയിന്റുകളാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത്. 3 മിഡ് പോയിന്റ് കണ്ടോ? ഓക്കെ, ഈ 3 മിഡ് പോയിന്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, നടുവിലൊരു കഷ്ണം കിട്ടി. ഈ നടുവിലെ കഷ്ണം ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നേരത്തെ അതേപോലത്തെ പരിപാടി കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇനി ഒന്നാമത്തെ ട്രയാങ്കിളിലെ ഈ ട്രയാങ്കിളും രണ്ടാമത്തേൽ ഈ കഷ്ണവും മൂന്നാമത്തേൽ ഈ കഷ്ണം എന്താണ്, ഈക്വൽ ആണ്. നോക്കിക്കേ, ശരിയല്ലേ? 3 ഒരേപോലെ ഇല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഈ മോൾ ഭാഗമാണ് അടുത്ത ട്രയാങ്കിളിൻ്റെ ഈ ഭാഗം. ഓക്കെ ആണല്ലോ.
ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ മിഡ് പോയിന്റുകൾ 3 ഞാൻ കാണിച്ചു. അത് 3 ഞാൻ ജോയിൻ ചെയ്ത് എനിക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് കിട്ടും. ഇതേപോലെ ആരെയിലൊക്കെ ചെയ്തു? ഇതാ ഈ ഒന്നാമത്തെ ട്രയാങ്കിളിൽ ഈ ഭാഗത്തിലും ഈ ഭാഗത്തിലും ഈ ഭാഗത്തിലും അതുപോലെ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഓക്കെ, ഇനി ഇതിലെ ഓരോ ട്രയാങ്കിൾ ആയതാ ഈ ചെറിയ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ, ഇത് 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 അതായത് ഈ ടോട്ടൽ റെഡ് ഇതെല്ലാം ചെയ്തപ്പോഴാണ് ഇവിടെ ഒന്ന് 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 ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. ഓക്കെ ആണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ നിന്ന് വന്നതാണ് ഈ ട്രയാങ്കിൾ. ഇതേ പ്രോസസ്സ് ഇങ്ങനെ വെട്ടിമാറ്റി അവിടുന്ന് വീണ്ടും വെട്ടിമാറ്റി വീണ്ടും വെട്ടിമാറ്റിയിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ് ഇപ്പുറത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകും. ഇതാണ് ക്വസ്റ്റ്യനിൽ വലുതാക്കി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇത്രയും ടൈം എടുത്ത് മക്കൾക്ക് കാര്യം എന്താണെന്ന് മാത്രം ചെയ്താൽ മതി, മനസ്സിലായാൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, അങ്ങനെയാണ് ഈ വലിയൊരു പാരഗ്രാഫ് എഴുതിയേക്കുന്നത് മൊത്തം എന്താണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഷോർട്ടാക്കി എഴുതിയേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചിത്രത്തിൽ ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? ഓക്കെ, ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നൊന്ന് നമ്പർ ഇട്ടു. ഓക്കെ, ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ പിക്ചേഴ്സിൻ്റെ പേര് മുകളിൽ എഴുതാം. ഇതിന് ഞാൻ ഫസ്റ്റ് പിക്ചർ എന്ന് കൊടുത്തു. ഇതിന് ഞാൻ സെക്കൻഡ് പിക്ചർ എന്ന് കൊടുത്തു. ഇത് തേർഡ് പിക്ചർ. ഓക്കെ ആണല്ലോ, 3 പിക്ചേഴ്സ് ഞാൻ കൊടുത്തു. ഇനി ഫസ്റ്റ് പിക്ചറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ്? ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കി. ഒന്നുകൂടെ ഞാൻ ഈ ചിത്രം കാണിക്കാം. ഇതിൽ 1 2 3 അല്ലേ, 3 എണ്ണം ഉണ്ട്. സോ ഞാൻ എഴുതി നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾ. ഓക്കെ, ഫസ്റ്റ് പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സെക്കൻഡ് പിക്ചർ ആകുമ്പോൾ നോക്കിയാൽ നമുക്കിങ്ങനെ എണ്ണായിരിക്കണേക്കാൾ എളുപ്പം, എണ്ണിയാലും മതി. ഓക്കെ, എണ്ണായിരിക്കണേക്കാൾ എളുപ്പം നോക്കിയേ, ഈ ഒരു ട്രയാങ്കിളിനെ വീണ്ടും എത്ര എണ്ണാക്കിയിട്ട് മാറ്റി? 3 റെഡ് ട്രയാങ്കിൾസ് ഇല്ലേ? ഓക്കെ, അതേപോലെ ഇവിടെയും 3 എണ്ണം ഇല്ലേ? അതുപോലെ ഇവിടെയും 3 എണ്ണം ഉണ്ട്. സോ ഇവിടെ 3 3 3 എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ഒരു 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അതിനെ വീണ്ടും എന്താക്കി? 3 എണ്ണം കൂടിയാക്കി മാറ്റി. സോ നമുക്കത് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 എന്ന് എഴുതാം. 3 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ഒന്ന് എണ്ണി നോക്കിയാൽ കറക്റ്റ് അല്ലേ? 1 2 3 4 5 6 7 8 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കിയേ, ഈ ഒരെണ്ണത്തിൽ 3 എണ്ണം, അത് തന്നെ എത്ര എണ്ണം? 3 എണ്ണം ആക്കിയപ്പോൾ 3 ഇൻറ്റു 3. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട് മൊത്തത്തിൽ? ഈ ഒരു കണക്കിലുള്ള 3 എണ്ണം ഉണ്ട്, അതേ ഇൻറ്റു 3. അപ്പോൾ മൊത്തം എത്ര എണ്ണം വരും? 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇങ്ങനെ മനസ്സിലാക്കണം. എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ ടഫ് ആവും. സോ അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ പറയുന്നത്. സോ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27 എന്ന് കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയല്ലോ. ഫസ്റ്റ് പിക്ചറിൻ്റെയും സെക്കൻഡ് പിക്ചറിൻ്റെയും തേർഡ് പിക്ചറിൻ്റെയും റെഡ് ട്രയാങ്കിളിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി സെക്കൻഡിലോട്ട് വരികയാണ്. സെക്കൻഡ് എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ, അതായത് മുറിക്കാതെ എടുത്തിരിക്കുന്ന ഈ മൊത്തം ട്രയാങ്കിളിൻ്റെ ഏരിയ ആസ് 1. അതെന്തായിട്ട് എടുക്കാൻ പറഞ്ഞു? 1 ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഓഫ് ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിൻ്റെയും സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമ്മൾ വീണ്ടും ചിത്രത്തിലോട്ട് വരികയാണ്. ഞാൻ പറയുകയാണ്, ഞാൻ ഈ വരച്ച് കാണിക്കുന്ന ഈ ട്രയാങ്കിൾ മൊത്തത്തിലാണ് കട്ട് ചെയ്യാത്തതിന് മൊത്തത്തിൽ 1 എന്നെടുത്തു. ഇതിപ്പോൾ നമുക്ക് എത്രയാണ്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇതെല്ലാം ഇക്വലേറ്ററൽ ട്രയാങ്കിളാന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 1 2 3 4 മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അത് 4 എണ്ണം ഉണ്ട് ഇല്ലേ? അതിൽ 3 എണ്ണം റെഡും ഒരെണ്ണം എന്താണ് കട്ട് ചെയ്തെടുത്ത ഭാഗവും. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 ട്രയാങ്കിൾസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ 4 ട്രയാങ്കിളിൽ ഈ ഒരു റെഡ് എന്ന് പറയുമ്പോൾ അത് എത്ര എണ്ണമായി? 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമായി അല്ലേ? 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ മൊത്തം 1 ആണ്. അതിൽ എത്ര കഷ്ണമുണ്ട്? 4 കഷ്ണമുണ്ട്. അതിൽ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1/4 അല്ലേ? റെഡിൻ്റെ ഇത് 1/4. ഒന്നുകൂടെ പറഞ്ഞുതരാം.
ശ്രദ്ധിച്ച് കേട്ടോളാം. അതായത് ഈ റെഡ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ഞാൻ എന്തായിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു. ആ 1 ആണെന്ന് വിചാരിക്കുക, അത് അവിടെ ഇരിക്കട്ടെ. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് മൊത്തം? 1, 2, 3, 4. മൊത്തം 4 ട്രയാങ്കിൾസ് ഉണ്ടല്ലോ. ഓക്കെ, ഈ 4 ട്രയാങ്കിൾസിൽ ഒരു ട്രയാങ്കിളിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ നമ്പർ എന്നുള്ള 4 ഞാൻ എവിടെ എഴുതണം? ഡിനോമിനേറ്ററിൽ എഴുതും. ന്യൂമറേറ്ററിൽ എന്തെഴുതും? 1 എന്ന് എഴുതും. നമ്മളിപ്പോൾ ഒരു കേക്ക് 4 കഷ്ണമായിട്ട് മുറിച്ചതിൽ ഒരു കഷ്ണം കിട്ടി എന്ന് പറയുന്ന ഫ്രാക്ഷനൊക്കെ എഴുതൂലേ, അതേപോലെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ എത്രയെന്ന് കിട്ടും? 1/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മൾ എഴുതി ഏരിയ ഓഫ് 1 റെഡ് ട്രയാങ്കിൾ അല്ലേ? 1 റെഡ് ട്രയാങ്കിൾ. ഓക്കെ, ഫസ്റ്റ് പിക്ചറിൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 1/4. ഓക്കെ, ഇനി സെക്കൻഡ് പിക്ചറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ 1/4. ഇത് ടോട്ടൽ ഇപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടി? 1/4. സോ ഇത് ഓൾറെഡി ഇപ്പോൾ നമുക്ക് എന്താണെന്നറിയാം? 1/4 ആണെന്നറിയാം. കാരണം ഇതും സെയിം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഒരു കഷ്ണം ഈ ഒരു കഷ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് ഇതും 1/4 എന്ന് കിട്ടി. ഇനി ഇതിനെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 കഷ്ണമൊക്കെ ഉണ്ട്. അതിലൊരു കഷ്ണം എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് വരും? 1/4 വരും. ഓൾറെഡി ഇത് എത്രയാണ്? 1/4 ആണ്. സോ അതിൽ വീണ്ടും 1/4 ആക്കുമ്പോൾ 1/4 ഇൻറ്റു 1/4. ഓക്കെ, സോ സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 1/4 ഉണ്ട് ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1/16 എന്ന ആൻസർ കിട്ടും. ഇനി തേർഡ് ട്രയാങ്കിൾ എടുക്കാം, നോക്കാം. ഇതിപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടി? സെക്കൻഡ് പിക്ചറിൽ ഈ സാധനം മാത്രത്തിൽ ഇതിൽ ഒരു കഷ്ണം മാത്രം, ഇതാ ഈ ഒരു കഷ്ണം മാത്രം 1/16 എന്ന് കിട്ടിയോ? ആ ഒരു കഷ്ണമാണല്ലോ ഇത്. അതിനെ വീണ്ടും എന്താക്കുന്നുണ്ട്? 1, 2, 3, 4 കഷ്ണമൊക്കെ ഉണ്ട്. സോ 1/16 വീണ്ടും എന്ത് ചെയ്യണം? 1/4 ആക്കി മാറ്റണം ഇല്ലേ? സോ നമ്മൾ അതിനെങ്ങനെ എഴുതും? 1/16 ഡിവൈഡഡ് ബൈ 4. അതിനെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് എഴുതണം? റെസിപ്രോക്കൽ ആക്കിയിട്ട് എഴുതുമ്പോൾ 1/16 ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 1/64. ഇൻറ്റു ചെയ്ത് നോക്കണേ. 1/64 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന സാധനമാണ് എടുത്തേക്കുന്നത്. അതായത് ഞാൻ ആ ഫ്രാക്ഷൻ കാണിച്ചില്ല എന്ന് മാത്രം. അതായത് നമ്മളിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ 1/4 ശരിക്കും എന്താണ്? ഡിവൈഡഡ് ബൈ 4 ആണ്. ഈ ഡിവൈഡഡ് ബൈ 4 മുകളിലോട്ട് എടുക്കുമ്പോൾ 1/4 എന്തായിട്ട് മാറ്റും? ഇൻറ്റു ആയിട്ട്. അതായത് ഈ 4/1 എന്നുള്ളത് മുകളിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? 1/4 ആയിട്ട് മാറും. അങ്ങനെയാണ് അത് എന്തെന്ന് കിട്ടിയത്? 1/16 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഞാൻ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും ടോട്ടൽ റെഡ് ട്രയാങ്കിൾസ് എത്രയായിരിക്കും എന്ന് വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ചിത്രത്തിലാണെങ്കിൽ 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ എന്ന് പറയുന്നത് 1/4 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 എണ്ണത്തിൻ്റെ എത്രയായിരിക്കും? 3 ഇൻറ്റു 1/4 അല്ലേ? ഓക്കെ, അതായത് ഒന്നാമത്തെ ചിത്രത്തിൽ മൊത്തം 3 റെഡ് ട്രയാങ്കിൾസ് അല്ലേ? 3 എണ്ണം ഞാനിതാ കാണിച്ചു, 3 എണ്ണം. ഓക്കെ, ആ 3 റെഡ് ട്രയാങ്കിൾസിൽ ഒരെണ്ണത്തിനാണ് എന്തെന്ന് പറയുന്നത്? 1/4. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 1/4 ആയിട്ടുള്ള 3 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര കിട്ടും? 3 ഇൻറ്റു 1/4 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3/4 അല്ലേ? സോ നമുക്ക് എഴുതാം ടോട്ടൽ ഏരിയ ഓഫ് all the red triangles. ഓക്കെ, ഫസ്റ്റ് പിക്ചറിൽ എങ്ങനെ വരും? 3 ഇൻറ്റു 1/4 ഇസ് ഈക്വൽ ടു 3/4. ഓക്കെ, സെക്കൻഡിലാണെങ്കിൽ എങ്ങനെ വരും? നോക്കേണ്ട കാര്യമുണ്ടോ? എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 9 എണ്ണം ഉണ്ട്. സോ 9 ഇൻറ്റു ഒരു റെഡ് ട്രയാങ്കിളിന് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 1/16 ഇസ് ഈക്വൽ ടു 9/16. ഓക്കെ, തേർഡിലാണെങ്കിൽ എങ്ങനെ വരും? മൊത്തം എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 27 ഉണ്ട്. 27 ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ ആണ് നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 1/64. സോ 27 ഡിവൈഡഡ് ബൈ 64 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ, സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് 3 സീക്വൻസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യത്തെ 5 ടേമുകൾ എന്തായിരിക്കും?
ഒരു സീക്വൻസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകത ഉണ്ടാവും. അതൊരു പെർട്ടിക്കുലർ ഓർഡറിലാണ് എഴുതുക. 1 2 3 എന്നുള്ള ടേംസിൻ്റെ ഓർഡറിൽ എഴുതും. അതിനൊരു പെർട്ടിക്കുലർ റൂൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ഞാൻ എന്താ ഒന്നാമത്തെ സീക്വൻസ് നമ്പർ 1 ഇതാ ഞാൻ താഴെ എഴുതാണ്. സീക്വൻസ് 1 ഇതിൽ ഫസ്റ്റ് ടേം ഞാൻ എടുത്ത് എഴുതി 3, സെക്കൻഡ് ടേം എത്രയാണ് 9, തേർഡ് ടേം എത്രയാണ് 27. ഈ 3 എന്ന് പറയുന്നത് ഞാൻ വെറുതെ 3 ഇൻറ്റു 1 ആണ് അല്ലേ. അടുത്തത് എന്തായി 3 ഇൻറ്റു 3 ആണ്. അടുത്തത് എന്താ 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടാവും. അതായത് നമുക്ക് ആ സീക്വൻസ് എഴുതണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഒരു ഫോമാറ്റ് യൂസ് ചെയ്താലേ കിട്ടുള്ളൂ. സോ ഇവിടെ ഒരു 3, ഇവിടെ 2 3 ആയി, ഇവിടെ അത് 3 3 ആയി. അടുത്തത് എന്തായിരിക്കും അപ്പോൾ 4 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും 27 ഇൻറ്റു 3 കിട്ടും. 27 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 81 എന്ന ആൻസർ കിട്ടും. സോ അതിൻ്റെ ആൻസർ എന്താ 81 ആണ്. നാലാമത്തെ ടേം കിട്ടി. അഞ്ചാമത്തെ ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 5 3. ആദ്യത്തിൽ ഒരു 3 ആയിരുന്നു, പിന്നത്തിൽ 2 3 ആയി, പിന്നെ അത് 3 ആയി, പിന്നെ 4 ആയി, 5 ആയി അല്ലേ. അപ്പം എന്ന് വെച്ചാൽ അർത്ഥം ഇതുവരെ 81 ആണെന്ന് നമുക്കറിയാം. 81 ഇൻറ്റു 3, 81 ഇൻറ്റു 3 എന്ന് പറയുന്നത് 243 എന്ന് ആൻസർ കിട്ടും. ഇൻറ്റു ചെയ്ത് നോക്കണേ, ഞാനിപ്പോൾ ഇൻറ്റു ചെയ്ത് കാണിക്കുന്നില്ല, അത്രയും ടൈം പോവാം. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇൻറ്റു ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തെ സീക്വൻസിൽ 5 ടേമും കിട്ടിയല്ലോ. ഇനി എനിക്ക് എന്ത് എഴുതാം, രണ്ടാമത്തെ സീക്വൻസ് എഴുതാം. സീക്വൻസ് 2. ഓക്കെ, രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ടേം എന്താ 1/4 ആണ്. അടുത്ത ടേം എന്തായിരുന്നു 1/16 ആയിരുന്നു. അതിൻ്റെ അടുത്ത ടേം 1/64 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഒന്നുകൂടെ എഴുതാണ്. 1/4 ഞാൻ 1/4 തന്നെ എഴുതി. 1/16 എനിക്ക് എങ്ങനെ കിട്ടിയത് 1/4 ഇൻറ്റു 1/4 ആണ് അല്ലേ. 1/64 എങ്ങനെ കിട്ടിയത് 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/4 ആണ്. ഒന്നാമത്തേൽ ഒരു 1/4, രണ്ടാമത്തേൽ 2 1/4, മൂന്നാമത്തേൽ 3 1/4. അങ്ങനെയാണെങ്കിൽ നാലാമത്തേൽ എന്ത് വരും 4 1/4 വരണം അല്ലേ. സോ 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/4. സോ എത്ര കിട്ടും 64 ഇൻറ്റു 4 എന്ന് കിട്ടും. 64 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 256 എന്ന് കിട്ടും. ഓക്കെ, 256. സോ 1/256 എന്ന ആൻസറായി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ചെയ്യുകയാണെന്ന് വെച്ചാൽ എത്ര 1/4 വരണം അവിടെ. നാലാമത്തേൽ 4 ആണെങ്കിൽ അഞ്ചാമത്തേൽ എന്ത് വരണം 5 വരണം. സോ ഞാൻ എഴുതുവാണ് 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/4 ഇൻറ്റു 1/4. ഓക്കെ, എന്ന് വെച്ചാൽ 256 ഇൻറ്റു 4 ആണ് വരുന്നത്. 256 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 1/1024 എന്ന് ആൻസർ കിട്ടും. 1024. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ആയല്ലോ. ഓക്കെ, 5 ടേംസ് ആയില്ല എങ്ങനെ വന്നതെന്ന്. ഇനി അടുത്ത സീക്വൻസ് നോക്കുവാണെങ്കിൽ സീക്വൻസ് നമ്പർ 3. ഓക്കെ, ആദ്യത്തെ സീക്വൻസിൽ നിന്ന് എങ്ങനെ കിട്ടി 3/4, അടുത്തത് 9/16, അടുത്തത് 27/64. ഓക്കെ, ഈ നമ്പേഴ്സ് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതിയപ്പോഴേ പറഞ്ഞു അല്ലേ. മുകളിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടോ താഴെ എന്താണോ ഡിനോമിനേറ്റർ അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും എന്ന് നോക്കി പറഞ്ഞേ 81/256. ഓക്കെ ആണല്ലോ. അടുത്തത് എന്തായിരിക്കും 243 ഓക്കെ അല്ലേ. ഓക്കെ, സോ അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്ന സാധനത്തിന് ഒന്നും കൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുവാണ്. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സാധാരണ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എന്ത് ചെയ്യും നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതും. ആ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിന് എന്തുണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ റൂൾ ഉണ്ടായിരിക്കും. ഇവിടെ ആദ്യത്തെ സീക്വൻസിൻ്റെ റൂൾ എന്തായിരുന്നു 3 ഇൻറ്റു ചെയ്ത് പോവുക. അടുത്ത ടേം കിട്ടണമെങ്കിൽ വീണ്ടും 3 ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആറാമത്തെ ടേം കിട്ടണമെങ്കിൽ വീണ്ടും ഇൻറ്റു 3 എത്ര പ്രാവശ്യം 6 പ്രാവശ്യം. ഇനി അതിൻ്റെ തൊട്ട് താഴത്തെ രണ്ടാമത്തെ സീക്വൻസ് ആണെങ്കിലോ അവിടെ നമ്മൾ എന്താ എഴുതിയത് 1/4 ഇൻറ്റു ചെയ്ത് പോവാം. സോ അങ്ങനെയാണ് വെച്ചെങ്കിൽ അടുത്ത ടേം കിട്ടണമെങ്കിൽ 1/4 ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ ആറാമത്തെ ആണ് വെച്ചെങ്കിൽ 6 1/4 ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ മുകളിലെയും രണ്ടിനെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായി മൂന്നാമത്തെ സീക്വൻസ് ആയി. സോ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.